ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ക്രിസ്റ്റോ. ഗ്രീൻ ടൂൺസ് എന്ന നമ്മുടെ ഈ ഒരു ചാനലിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മദേഴ്സ് ഡേ സ്പെഷ്യലായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. അതുപോലെ ഈ ഒരു വർക്കിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലത്തെ ഒരു സുഹൃത്താണ് ഈ വർക്കിൻ്റെ ഒരു ആശയം നമ്മളുമായിട്ട് ഷെയർ ചെയ്തത്. ഇൻസ്റ്റാഗ്രാം വഴി അവൻ മെസ്സേജൊക്കെ അയച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റിൽ ഈ ഒരു വർക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അതുപോലെ ഓരോ പാർട്ടും എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്ന് അവൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബ്രോയുടെ ഐഡിയയിലും പിന്നെ എൻ്റെ കുറച്ച് ആശയങ്ങളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വർക്ക് ചെയ്ത് നോക്കാൻ പോണേ. അപ്പോൾ ഈ ഒരു വർക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് എടുത്തേക്കുന്നത്. ഈ വർക്ക് കണ്ടതിന് ശേഷം എങ്ങനത്തെ ബോട്ടിൽ വേണമെന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ നെക്ക് പോർഷനിലത്തെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കണം. അപ്പോൾ അത് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഒഴിവാക്കിയെടുക്കുക. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കുപ്പി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ചട്ടക്കടലാസാണ് ആവശ്യം. അത്യാവശ്യം ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ചട്ടക്കടലാസ് വേണമെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ചട്ടക്കടലാസ് കിട്ടിയില്ലെങ്കിൽ ഒരു ചാർട്ട് പേപ്പർ ആയാലും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇതൊന്ന് സംഘടിപ്പിക്കുക. അതിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് എൻ്റെ കയ്യിലുള്ള ബോട്ടിലിൻ്റെ ആ ഒരു സൈസിനനുസരിച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാനാണ്. അപ്പോൾ ഈ ഒരു സൈസിന് തന്നെ നിങ്ങൾ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ബോട്ടിലിൻ്റെ സൈസ് എങ്ങനെയാണോ ആ രീതിയിൽ നിങ്ങൾ ഈ ഒരു അളവ് നിങ്ങളുടേതായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക. അത് കട്ട് ചെയ്യുക. നല്ല രീതിക്ക് തന്നെ കുഴപ്പമില്ലാണ്ട് സെറ്റപ്പ് ആക്കി എടുക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഒട്ടിക്കണം ഈ ഒരു പോർഷൻ. അതായത് ആ ഒരു കങ്കാരൂനെയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കൊട്ട പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യണത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ അളവ് ഇപ്പോൾ ഈ ഒരു അളവാണ് നമ്മൾ ചെയ്തപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണോ അളവ് വേണ്ടത് അതിനനുസരിച്ചിട്ടൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ചാർട്ട് പേപ്പർ ആകുമ്പോൾ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും ഫ്ലെക്സിബിൾ ആക്കിയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിലൊക്കെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു നെക്ക് പോർഷനിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ചട്ടക്കടലാസ് ഒട്ടിച്ചു കൊടുക്കണം. അത് നമ്മൾ ഈ ഒരു ടൈപ്പിൽ കട്ട് ചെയ്തേക്കാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതുപോലെ ഒട്ടിക്കണം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഹെഡ് ഈ ഒരു ബോട്ടിലിൽ കറക്റ്റായിട്ട് ഫിക്സ് ആയി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. അപ്പോൾ ഹെഡായിട്ട് നമ്മൾ ഇവിടെ ഒരു സീറോ ബൾബാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് ചെറിയ ബൾബാണ്. അപ്പോൾ ഈ ഒരു ബൾബ് നമുക്ക് ഇവിടെ നല്ല രീതിക്ക് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സൂത്രപ്പണി. അതുപോലെ ഈ ബൾബിൻ്റെ ഈ ഒട്ടിയിരിക്കേണ്ട ഭാഗം അടിവശത്തായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ചട്ടക്കടലാസ് കൂടി വട്ടനെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു കടലാസുകൾ തമ്മിൽ പെട്ടെന്ന് ക്യാച്ചായി നല്ല രീതിക്ക് തന്നെ ഒട്ടിയിരിക്കും. അതാണ് നമ്മുടെ ഈ ഒരു ടെക്നിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തേക്കണത്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു തെർമോക്കോളിൻ്റെ ചെറിയൊരു പീസാണ്. അപ്പോൾ ഈ ഒരു പീസിലേക്ക് ഈ ഒരു ബൾബിൻ്റെ അടിവശം ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് നല്ല രീതിക്ക് തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് നൈസാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞു വെച്ചെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ബട്ടൺ ടൈപ്പായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തു വെച്ചെങ്കിൽ ആ ഭാഗം ഒന്ന് സ്മൂത്തായിട്ട് നിൽക്കും. അതിനുശേഷം നമ്മളിവിടെ ഒരു പേപ്പർ മാസ്കിംഗ് ടേപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. പേപ്പർ ടേപ്പ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു ടേപ്പ് ഉപയോഗിച്ച് നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് കോട്ടായിട്ട് അക്രിലിക് കളർ, വൈറ്റ് കളർ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടേതായ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ഏതൊക്കെ ഭാഗത്ത്, ഇപ്പോൾ ഈ ചട്ടക്കടലാസിൻ്റെ ഭാഗത്തൊന്നും നമ്മൾ ഈ ഒരു വൈറ്റ് അധികം അപ്ലൈ ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണെങ്കിലും ചെയ്യുക. നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഉൾവശത്തിലൊന്നും അധികം പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ടില്ല. ഒരു ഫസ്റ്റ് കോട്ട് മാത്രമാണ് നമ്മൾ അപ്ലൈ ചെയ്തേക്കണേ. ഇതിനി നല്ല പോലെ ഉണങ്ങണം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ തെർമോക്കോളാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഈ തെർമോക്കോളിൽ ഇതുപോലെ ഒരു ചെവിയാണ് നമ്മൾ ആദ്യം വരച്ചേക്കണത്. അപ്പോൾ ആ രീതിയിൽ ആ ഒരു അളവിൽ 2 ചെവികൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെത്തി മിനുക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി നമുക്ക് കാലിൻ്റെ പോർഷൻ റഫായിട്ടൊന്ന് തെർമോക്കോളിൽ വരച്ച് നോക്കുക. അത് കട്ട് ചെയ്തിട്ട് നമ്മൾ ബോട്ടിലിനോട് ചേർത്ത് വെച്ച് നോക്കുക ഏതൊക്കെ പോർഷൻ വേണം. അപ്പോൾ ഇവിടെ ഇത്രയും പോർഷൻ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതിനോട് ചേർന്നിട്ട് ഞാൻ കറക്റ്റ് ആ ഒരു അളവിലൊരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇനി അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു നൈഫാണ് ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്. ഈ നൈഫ് ഇല്ലെങ്കിൽ ബ്ലേഡ് ഉപയോഗിച്ചിട്ടും ചെയ്യാം. ചെയ്യുമ്പോൾ കൈ മുറിയാണ്ട് ശ്രദ്ധിക്കണം. കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുതിർന്നവരുടെ ഹെൽപ്പോട് കൂടി മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞു വെച്ചെങ്കിൽ നമുക്ക് 2 കാലുകളും ഇതുപോലെ നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ തരക്കേടില്ലാണ്ട് കാലുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു വെച്ചെങ്കിൽ നമ്മൾ റഫായിട്ടൊന്ന് വെച്ച് നോക്കുക. ഇത് ഓക്കെ ആണോ ഓക്കെ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മളിവിടെ ഒരു ചട്ടക്കടലാസാണ് എടുത്തേക്കുന്നത്. കഴിഞ്ഞ കുറേ വീഡിയോസുകളിൽ നമ്മൾ ഇങ്ങനത്തെ കട്ടിയുള്ള ചട്ടക്കടലാസ് യൂസ് ചെയ്തിട്ടുണ്ട്, കാർഡ്ബോർഡ് പീസ്. അപ്പോൾ അതിലും നമുക്ക് ഇങ്ങനത്തെ കൈയിൻ്റെ പോർഷനും കാലിൻ്റെ പോർഷനും ഒക്കെ കട്ട് ചെയ്ത് എടുക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൈയിൻ്റെ പോർഷൻ നമ്മൾ തെർമോക്കോളിന് പകരം ഇതിൽ കട്ട് ചെയ്തേക്കണേ. അതുപോലെ ഇനി നമ്മുടെ കുട്ടി കങ്കാരൂന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് ഈ ഫെവിക്കോളിൻ്റെ ബോട്ടിലാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ ഹാഫ് പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതിന് പകരം ഇൻസുലിൻ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഇതിൻ്റെ നെക്കും കൂടിയും കട്ട് ചെയ്തിട്ടുണ്ട്. ആ നെക്ക് കട്ട് ചെയ്ത പോർഷനിലായിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പറാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിലുള്ള ഏത് ബോട്ടിൽസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ഹെഡ്, ഈ കുട്ടി കങ്കാരൂവിൻ്റെ ഹെഡ് നമ്മൾ ചെയ്തേക്കുന്നത് തെർമോക്കോളിൻ്റെ 2 പീസുകൾ വെച്ചിട്ടാണ്.
ക്ലേ ഒക്കെ യൂസ് ചെയ്ത് ചെയ്യണവർക്കാണെങ്കിൽ ഇതിൻ്റെ തല ക്ലേ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും താല്പര്യമാണ്. അതുപോലെ നമ്മുടെ കുട്ടിക്കങ്കാരുവിൻ്റെ ചെവി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മത്തങ്ങയുടെ സീഡ്സ് ആണ് എടുത്തേക്കുന്നത്. ഇതിന് പകരം കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമ്മൾ ഈ ഒരു വാല് ചെയ്തെടുത്തേക്കുന്നത് നമ്മുടെ അമ്മക്കങ്കാരുവിൻ്റെ വാലാണ്. അമ്മക്കങ്കാരു കുട്ടിക്കങ്കാരു എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഇനി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വെച്ചെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. എല്ലാ പാർട്ടുകളും നമ്മൾ നല്ല അടിപൊളിയായി സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ ഉണക്കാൻ വെച്ച ഈ ഒരു ബോട്ടിലും കാര്യങ്ങളൊക്കെ നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് കളറിലേക്ക് കടക്കാം. ഞാനിവിടെ ഓറഞ്ച് കളറാണ് എടുത്തേക്കുന്നത്. ഒപ്പം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റും അതുപോലെ യെല്ലോയും ആണ് എടുത്തേക്കുന്നത്. അക്രിലിക് പെയിൻറ് തന്നെയാണ്, അതിൻ്റെ ബോട്ടിലില്ല, പകരം ട്യൂബ് ഞാൻ യൂസ് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ അത് കുറച്ച് മാത്രം നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആ യെല്ലോ ടോണൊക്കെ എത്ര വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടി കൊടുക്കുക. വൈറ്റ് നമ്മൾ കുറച്ച് മിക്സ് ചെയ്താലാണ് അതിനൊരു പെർഫെക്ഷൻ, കളറുകൾ എപ്പോഴും നല്ല രീതിക്ക് നിൽക്കുള്ളൂ. അപ്പോൾ ആ രീതിയിൽ വൈറ്റ് കുറച്ച് മിക്സ് ചെയ്തു, പിന്നെ യെല്ലോ മിക്സ് ചെയ്തു, ഇതുപോലെ അപ്ലൈ ചെയ്തു. അപ്പോൾ ആ ഒരു ബാസ്ക്കറ്റിൻ്റെ പിന്നിലുള്ള പോർഷൻ, വയറിൻ്റെ ആ ഒരു പോർഷനല്ല, അതിൻ്റെ പിൻവശത്തുള്ള പോർഷനിലാണ് നമ്മൾ ബോട്ടിലിന് ഓറഞ്ച് കളർ അപ്ലൈ ചെയ്യണത്. അതുപോലെ ഹെഡിൻ്റെ പോർഷനിലും നമ്മൾ ആ ഒരു മുകളിലുള്ള ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് ആദ്യം ഓറഞ്ച് കൊടുക്കും. പിന്നെ അതിൻ്റെ അടിയിൽ കുറച്ച് എക്സ്ട്രാ കളർ വേരിയേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. പിന്നെ തെർമോക്കോളിന് നമ്മൾ ഫസ്റ്റ് കോട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ആ ഒരു കളർ ഏതാണോ ആ കളർ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാല്, വാല്, അതുപോലെ ചെവിയുടെ പോർഷൻ, അങ്ങനത്തെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ആ കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കുട്ടിക്കങ്കാരുവിൻ്റെ തല, അതുപോലെ നമ്മുടെ കൈ ചട്ടക്കടലാസ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ കുറച്ച് അധികം പെയിൻറ് അപ്ലൈ ചെയ്യേണ്ടി വരും, 2 കോട്ടൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ ആ ഒരു ഫെവിക്കോളിൻ്റെ ബോട്ടിലിൽ എല്ലാ ഭാഗത്തും എവിടേക്കാണോ വേണ്ടത് അവിടെയൊക്കെ കളർ അപ്ലൈ ചെയ്യുക. അതുപോലെ നമുക്ക് കുറച്ച് യെല്ലോയും വൈറ്റും മിക്സ് ചെയ്തിട്ട് ഈ ഒരു വയറിൻ്റെ പോർഷനിൽ, അതായത് അമ്മക്കങ്കാരുവിൻ്റെ വയറിൻ്റെ പോർഷനിലും ആ ഒരു കൊട്ടയുടെ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു സഞ്ചി മൃഗം എന്നല്ലേ പറയാം, അപ്പോൾ ആ സഞ്ചിയുടെ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു യെല്ലോ വൈറ്റ് മിക്സ് ചെയ്ത കളർ അപ്ലൈ ചെയ്യാം. അതുപോലെ ചെവിയുടെ പോർഷനിലും നമ്മൾ കുറച്ച് ആ ഒരു വേരിയേഷൻ അറിയാൻ വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. കുട്ടിക്കങ്കാരുവിൻ്റെ തലയുടെ അടിവശത്ത് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച്, നിങ്ങൾക്ക് ഈ കളർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് നിങ്ങളുടേതായ കളർ ടോൺസ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ രീതിക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്കിത് ഇവിടെ നമ്മുടെ തല ഒട്ടിക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ ഇത് ഈ 2 പോർഷനിലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക, മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഗ്ലൂ ഒന്ന് ഒട്ടണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾ ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കണ കാരണം ഒന്ന് ശ്രദ്ധിക്കണം. നല്ല രീതിക്ക് അത് ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, പിന്നെ അത് പെട്ടെന്ന് ഇളകി പോരും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ഈ ഒരു ചെവിയുടെ പോർഷൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. തെർമോക്കോളായ കാരണം പെട്ടെന്ന് തന്നെ ഒട്ടും ഇളകി പോരില്ല, പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും കഴിയും. പിന്നെ കൈയിൻ്റെ പോർഷൻ കാർഡ്ബോർഡിൻ്റെ ആ ഒരു പീസ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്, അതും നല്ല ഈസി ആയിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ കാലിൻ്റെ പോർഷൻ ഞാൻ അങ്ങനെ പറഞ്ഞു ബോറാക്കണില്ല, അത് ഈ കാണുന്ന പോലെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിലെന്തെങ്കിലും ചേഞ്ചൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ വാലിൻ്റെ പോർഷൻ എല്ലാം കഴിഞ്ഞ് വെച്ചെങ്കിൽ കാണാതെ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ കങ്കാരുവിൻ്റെ ഏകദേശം ഒരു ലുക്ക് വന്നേക്കുന്നത്. ഇനി കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസും കൂടിയാണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇനി കുട്ടി കങ്കാരുവിൻ്റെ ഈ ഒരു തല നമ്മൾ ബോട്ടിലിൽ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചെവി ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ തലയുടെ ഏത് പോർഷനിലാണോ ചെവി വേണ്ട അവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നൈഫ് ഉപയോഗിച്ചിട്ട്. എന്നിട്ട് ഈ ഒരു സീഡ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങോട്ട് ഇറക്കി കൊടുക്കുക. ഇത് സിമ്പിൾ പരിപാടിയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതേ തല ഇങ്ങനെ ഈ ഒരു പോർഷനിലല്ല ഈ ഒരു രീതിയിലാണ് വന്നേക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്ത് വന്നപ്പോൾ നമ്മുടെ ഈ ഒരു കണ്ണിന് നമ്മൾ ബ്ലാക്ക് കളർ കൊടുക്കണം. ഈ ഒരു മൗത്തിൻ്റെ പോർഷനൊക്കെ ഉണ്ടല്ലോ, ഈ പോർഷനൊന്നും എനിക്ക് അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല. അതുപോലെ എന്തൊക്കെയോ ഒരു മിസ്സിങ്. അതുപോലെ ഈ ഒരു അടിവശം നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, ബോട്ടിലിൻ്റെ ഈ ഒരു അടിവശത്ത് ഒരു കർവ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കർവ് ഈ ഒരു സൈഡിലേക്ക് വന്ന, അതായത് ആ യെല്ലോ ചട്ടക്കടലാസ് കുറച്ച് വെട്ടി മാറ്റി വെച്ചെങ്കിൽ രസമാവുമോ എന്നൊക്കെ ഒരു തോന്നൽ എനിക്ക് വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ നോസിൻ്റെ പോർഷനിലൊക്കെ എക്സ്ട്രാ എന്തെങ്കിലും ഡീറ്റെയിലൊക്കെ വേണ്ടതെന്ന് തോന്നൽ. അപ്പോൾ ആ സംഭവം കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു തലയൊക്കെ ഇങ്ങോട്ട് ഊരിയെടുത്തു വിട്ടാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ആ ചട്ടക്കടലാസുകൾ നല്ല രീതിക്ക് തന്നെ ഒട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഈ ഒരു ചെവിയാണ് എനിക്ക് തീരെ ഇഷ്ടപ്പെടാഞ്ഞത്. ചെവിയിൽ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുള്ള പോലെയൊക്കെ തോന്നി. അപ്പോൾ ഞാൻ ആ രീതിയിൽ അത് റിമൂവ് ചെയ്തു. പിന്നെ ആ മൂക്കിൻ്റെ പോർഷനിൽ ഉണ്ടായിരുന്ന തെർമോക്കോൾ പീസൊക്കെ റിമൂവ് ചെയ്തു. ഇപ്പോൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, ഇതാണ് നമ്മുടെ ആദ്യത്തെ ചെവി. ഈ ഒരു ചെവി ഈ സൈഡിലുള്ളതാണ് രണ്ടാമത്തെ ചെവി. അപ്പോൾ അതിൻ്റെ ആ ഷേപ്പിൽ നിങ്ങൾക്കൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് ചെയ്ത് വന്നപ്പോൾ നേരത്തെ അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല, അതുകൊണ്ടാണ് അത് മാറ്റിയത്. അതുപോലെ ഈ ഒരു കങ്കാരുക്കുട്ടീൻ്റെ മൂക്കിൻ്റെ അവിടെയൊക്കെ, കങ്കാരുക്കുട്ടി, അപ്പോൾ അതിൻ്റെ മൂക്കിൻ്റെ അവിടെയും വായയുടെ അവിടെയൊക്കെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കണ്ണ് വെച്ചേക്കുന്നത് കടുകുമണിയാണ്, ഇതിൻ്റെ കണ്ണ് വെച്ചേക്കുന്നത് പരിപ്പാണ്. പരിപ്പിന് പകരം വേണമെങ്കിൽ തെർമോക്കോൾ ബോൾസൊക്കെ യൂസ് ചെയ്യാം, എന്നിട്ട് അതിന് ബ്ലാക്ക് കളർ കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നേക്കണേ. ആ ഒരു അടിവാശമൊക്കെ ഞാൻ വെട്ടിയെടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിതെന്താ
എനിക്കെന്തോ ഈ രീതിയിൽ ചെയ്യാൻ തോന്നി, അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തു എന്ന് മാത്രം. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് നേരത്തെ കണ്ടതാണ് ഭംഗിയായിട്ട് തോന്നണമെങ്കിൽ അതുപോലെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് എങ്ങനെയാണെന്ന് ചെയ്യുക. അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അമ്മക്കങ്കാരും കുട്ടിക്കങ്കാരും ഒക്കെ സെറ്റായിട്ട് നല്ല ലുക്കായിട്ട് തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ പേര് വിചാരിക്കുന്നുണ്ടാവും മദേഴ്സ് ഡേ ആയിട്ട് ആ ഒരു മദേഴ്സ് ഡേ ബോട്ടിൽ ആർട്ടിൻ്റെ ഒരു ലുക്ക് വന്നിട്ടില്ലല്ലോ എന്ന് വിചാരിക്കണം കുറച്ച് പേരെങ്കിലും ഈ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം. നമ്മൾ ഇഷ്ടപ്പെട്ട ഫോണ്ടുകൾ സെലക്ട് ചെയ്ത് അതിൽ ഹാപ്പി മദേഴ്സ് ഡേ എന്നൊക്കെ എഴുതി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ആ ഒരു പോർഷനിൽ എഴുതിയാലും മതിയാവും. ഞാനിവിടെ ഗ്ലിറ്റർ പെന്നൊക്കെ യൂസ് ചെയ്തിട്ടാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതുപോലെ എഴുതിയതിന് ശേഷം ദേ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഹാപ്പി മദേഴ്സ് ഡേ എന്ന് എഴുതിയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ് അവിടെ പെയിൻ്റൊക്കെ ഉപയോഗിച്ച് എഴുതിയാലും മതി. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ മെസ്സേജൊക്കെ അമ്മയോട് പറയാനുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് വിട്ടുന്നിരിക്കുന്നു. അതുപോലെ ഇങ്ങനത്തെ ചെറിയ കാർഡ്സ് ലവ് ഷേപ്പിൽ ഹാർട്ട് ഷേപ്പിലുള്ള ചെറിയ കാർഡ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും വെച്ചെങ്കിൽ ആ രീതിയിൽ ചെറിയ കാർഡ്സുകളും അതിൽ കുറച്ച് മെസ്സേജൊക്കെ എഴുതിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. ഇതിൽ കാർഡ്സ് മാത്രമല്ല ചെറിയ ചോക്ലേറ്റൊക്കെ വെക്കാം. പിന്നെ വലിയ വലിയ സംഭവങ്ങളും വെക്കണം എന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് സഞ്ചി വലുതാക്കേണ്ടി വരും. പിന്നെ ഡെക്കറേറ്റ് ചെയ്യുക ഇതുപോലത്തെ. ഞാൻ ഇവിടെ ഇപ്പോൾ റിയൽ പൂക്കളാണ് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് ആർട്ടിഫിഷ്യലായിട്ട് നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ചെയ്ത ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതുപോലെ വെച്ച് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് വിട്ട് തന്നിരിക്കുന്നു. നിങ്ങളുടെ അമ്മമാർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കണമെങ്കിൽ ഈ ഒരു രീതി സ്വീകരിക്കാം. അതല്ലെങ്കിൽ പിന്നെ നല്ല പേപ്പർ ഫ്ലവേഴ്സൊക്കെ ക്രാഫ്റ്റ് പോലെ ചെയ്തിട്ട് ഇതിൻ്റെ ബാസ്ക്കറ്റിൽ അറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ഷോക്കേസിലൊക്കെ വെക്കാം. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു വർക്ക് ചെയ്തെടുത്തേക്കണത്. ആ ബ്രോക്കാണ് ഈ ഒരു വർക്കിൻ്റെ ആശയത്തിൻ്റെ ക്രെഡിറ്റ്സ് കംപ്ലീറ്റ് കൊടുക്കേണ്ടത്. ആൾ അത്രയും ചിന്തിച്ചിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞെന്ന് ആ രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കിയെന്ന് മാത്രം. എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്തായാലും താങ്ക് യു ബ്രോ. ആ ബ്രോ ഈ വീഡിയോ കാണുന്നുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെന്താ പറയുക, എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ അമ്മമാർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടേതായ ഐഡിയയിൽ നിങ്ങൾക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് വെച്ചിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. സോ അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി കണ്ടൻറ്റായിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.